Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്നൊരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച് വരുന്നിട്ടുള്ള മെഡിക്കൽ ഗ്യാസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അതിൽ ഫസ്റ്റ് വൺ മാത്രമാണോ പറഞ്ഞത്? മെഡിക്കൽ എയർ മാത്രമാണോ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ എയർ ഒരു മെഡിക്കൽ ഗ്യാസ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? ഓക്കെ, മെഡിക്കൽ എയർ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് മെഡിക്കൽ എയർ ഒന്ന് വായിക്കാനായിട്ട് ആസ്വദിക്കുക. മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ and healthcare facility to distribute medical gas. It's free of pollution and particles, has no oil or odors, and is dry to picture. ആ പിക്ചർ കാണിക്കാം കേട്ടോ. പിക്ചർ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 10 minutes കാണിക്കാം. മറന്നിട്ടില്ല കേട്ടോ, പിക്ചർ കാണിക്കാം. നമുക്ക് കുറച്ചൊന്ന് ക്ലാസ് ഒന്ന് എടുത്ത് പോകണം, അതുകൊണ്ടാണ് കേട്ടോ. പിക്ചർ എന്തായാലും കാണിക്കാം. ഓക്കെ, ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. ദെൻ ഓർക്കുന്നുണ്ടെങ്കിൽ ദെൻ എന്താ, and it's dry to block water buildup in the facility pipeline when a patient is in operating room, whether it's an emergency or not. Or surgical depends on medical air compressed to keep the patient comfortable and breathing. അപ്പോ മെഡിക്കൽ എയർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് പൊല്യൂഷൻ ഒന്നുമില്ല, പൊടിപടലങ്ങളൊന്നുമില്ല, സ്മെല്ലില്ല, എണ്ണമയൊന്നുമില്ല, നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എയർ ആണ്, ശുദ്ധമായിട്ടുള്ള ഒരു വായുവാണ്. അത് പേഷ്യന്റ് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കംഫോർട്ട് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് നമുക്ക് മെഡിക്കൽ എയർ നൽകാം. ഓക്കെ, ഇനി സെക്കൻഡ് പറയുന്നത്, രണ്ടാമതായിട്ട് നമുക്ക് അടുത്തൊരു മെഡിക്കൽ വാതകത്തെ പരിചയപ്പെടാം. സെക്കൻഡ് വൺ ഓക്സിജൻ അല്ലെ. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്കും കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസസ് എന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ ആൻസർ ആദ്യം ഓക്സിജൻ എന്നായിരിക്കും പറയുന്നത്, ആണോ? നിങ്ങളിപ്പോ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ് ഹോസ്പിറ്റലിലും നമ്മളുടെ അറിവിലുള്ളത് അല്ലെ. അപ്പോ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് തന്നെയാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നോക്കാം. Oxygen, a medical gas required in every healthcare setting and is used for, underline ചെയ്യാട്ടോ, used for resuscitation and inhalation therapy. എന്താ resuscitation എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, resuscitation means പുനരുജ്ജീവനത്തിന്, അതായത് വെന്റിലേറ്റർ നമുക്ക് എക്സാമ്പിൾ പറയാം അല്ലെ. പുനരുജ്ജീവനത്തിനും അതുപോലെ തന്നെ ഇൻഹലേഷൻ തെറാപ്പി, ശ്വസനത്തിന് നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്സിജൻ അല്ലെ. അപ്പോ ഇൻഹലേഷൻ തെറാപ്പിക്കും അതുപോലെ തന്നെ റെസൂസിയേഷന് വേണ്ടി നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. Then it can be used for medical conditions like, ഇനി പറയുന്നത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാം. ഓക്സിജൻ എന്നുള്ളൊരു മെഡിക്കൽ ഗ്യാസ് നമ്മൾ ഏതെല്ലാം മെഡിക്കൽ കണ്ടീഷൻസിലാണ്, ഒരു പേഷ്യന്റിന്റെ ഏതെല്ലാം കണ്ടീഷൻസിലാണ് നമ്മൾ ഓക്സിജൻ നൽകുന്നത്, അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ COPD. എന്ത് COPD ഫുൾ ഫോം? പെട്ടെന്ന് കമന്റ് ചെയ്ത്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതായത് നമ്മളുടെ ഓക്സിജന്റെ ലെവല് നമ്മളുടെ ശരീരത്തിൽ കുറയുന്ന ഒരു അവസ്ഥ. നോർമൽ ഓക്സിജൻ റേറ്റ് എത്രയാണ്? ഇടക്കിടക്ക് ഞാൻ ചോദിക്കുന്നു, പറഞ്ഞിട്ടുണ്ട് അല്ലെ. നോർമൽ ഓക്സിജൻ റേറ്റ് എത്രയായിരുന്നു? ആർക്കും ഓർമ്മയില്ല? 96 to 100. സോ ആ 96ലും കുറയുന്ന ഒരു അവസ്ഥയാണ് COPD എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസ തടസ്സങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ഇനി സെക്കൻഡ് വൺ സയനോസിസ് അല്ലെങ്കിൽ സയനോസിസ് എന്ന് പറയാം. എന്ത് സിയാനോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിയാനോസിസ് ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുള്ളതാണ് സിയാനോസിസ്. ആർക്കും ഓർമ്മയില്ല? അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു നീലമയം വരുന്നത്, അതായത് എന്തെങ്കിലും വിഷാംശമൊക്കെ നമ്മളുടെ
ബോഡിയിൽ ശരീരത്തിനുള്ളിൽ ആകുമ്പോൾ അപ്പൊ നമ്മുടെ ശരീരം ഒരു നീല നിറമായിട്ടൊക്കെ മാറുന്ന ഒരവസ്ഥ അല്ലെ? ബ്ലൂ കളറായിട്ട് മാറും. ഇപ്പോ ഈ പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിലൊക്കെ ആ വിഷാംശം നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നീല നിറമായി പോകും അല്ലെ? ആള് മൊത്തത്തില് നമ്മുടെ നീല നിറമാകും. സോ ആ ഒരു കണ്ടീഷനാണ് സിയനോസിസ് എന്ന് വിളിക്കുന്നത്. അതായത് വിഷാംശങ്ങൾ ശരീരത്തിനുള്ളിൽ പെടുമ്പോഴുള്ള ഒരു അവസ്ഥ. അത്തരത്തിലുള്ള ശ്വാസ തടസ്സമൊക്കെ നേരിടേണ്ടി വരും. ഇന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നേക്കാം. ആ സന്ദർഭത്തിൽ നമുക്ക് ഓക്സിജൻ ആവശ്യമാണ്. ഷോക്ക് എന്ന് വെച്ചാൽ എന്താണ്? നടുക്കം അല്ലെങ്കിൽ ഞെട്ടല്. മീൻസ് ഇങ്ങനെ ഒരു ഞെട്ടലൊക്കെ പറയില്ലേ? അതായത് എപ്പോഴും നമ്മുടെ ശ്വാസം ഇങ്ങനെ ഒരു നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഹെമറേജ്. ഹെമറേജ് എന്ന് വെച്ചാൽ എന്താണ്? ഹെമറേജ് അടിച്ചിട്ടില്ലേ ബയോളജി ക്ലാസ്സില്? ബ്ലഡ് ആണ് അല്ലെ? ഭയങ്കര ബ്ലീഡിങ്, രക്തസ്രാവം വരിക, അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. മറ്റെന്തെങ്കിലും പോയിസണിങ് ഒക്കെ, കാർബൺ മോണോക്സൈഡ് പരമായിട്ടുള്ള പോയിസണിങ്. ട്രോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വീഴ്ചകളോ ആഘാതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ. കാർഡിയോവസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ അതുപോലെയുള്ള സംഭവങ്ങൾ, ഹാർട്ട് അറ്റാക്ക്. റെസോസിയേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്. റെസോസിയേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസുകളും ലൈഫ് സപ്പോർട്ട്, ICU അല്ലെങ്കിൽ വെന്റിലേറ്ററോ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നു. അവിടെ പേഷ്യന്റ് കിടക്കുന്നത് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടല്ലേ? ആണോ? ഓക്സിജന്റെ മാസ്കിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കണ്ടീഷൻസിലാണ് നമ്മൾ ഓക്സിജൻ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് COPD, cyanosis, shock, several hemorrhage, carbon monoxide poisoning, trauma, cardiovascular and respiratory arrest, resuscitation and life support. Okay. Then first line one underline ചെയ്യണം കേട്ടോ. Used for resuscitation and inhalation therapy. അത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. ചിലപ്പോ മെഡിക്കൽ കണ്ടീഷൻസ് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ റെസോസിയേഷനും ഇൻഹലേഷൻ തെറാപ്പിക്കും വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ അവിടെ തന്നെ കിട്ടി ഇല്ലേ? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 2 കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്സിജൻ ക്ലിയർ ആണോ? ഓക്സിജൻ മനസ്സിലായോ വായിച്ചിട്ട്? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മെഡിക്കൽ എയർ ഓക്സിജനും ഒന്ന് വായിച്ചു നോക്കാം. 2 മെഡിക്കൽ ഗ്യാസ് ആണ് പറഞ്ഞത്. 2 ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചോ? മെഡിക്കൽ എയർ ആൻഡ് ഓക്സിജൻ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെഡിക്കൽ ഗ്യാസ് നോക്കാം. 3rd വൺ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസഫ്ലേറ്റിംഗ് അണ്ടർലൈൻ ചെയ്യാം. Carbon dioxide used for insufflating medical gas for less invasive surgeries like laparoscopy. Spelling ഒരു mistake ഉണ്ട്. Lapro എന്നാട്ടോ. LAPRO. Lapro. PDF ൽ mistake ഉണ്ടോ? PARO എന്നല്ലേ കിടക്കുന്നത്? ആണോ? ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങളുടെ PDF ലെ സ്പെല്ലിംഗ്. PARO എന്നാണോ കിടക്കുന്നത്? ലാപ്രോ എന്നാട്ടോ. ലാപ്രോ LAPRO.
ലാപ്രോ ടൈപ്പ് ചെയ്യണോ? ടൈപ്പ് ചെയ്യണ്ടല്ലോ, തിരുത്തിക്കോളൂല്ലേ? ലാപ്രോ, LAPRO, ലാപ്രോസ്കോപ്പി. ലാപ്രോ അല്ല, ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി എന്നാക്കാം കേട്ടോ. Carbon dioxide is used for insufflating medical gas. എന്താ insufflating എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ insufflating ചെയ്യാന്ന് വെച്ചാൽ വീർപ്പിക്കുക അല്ലെങ്കിൽ ഊതി വീർപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. പറയാം ഫോർ ലെസ് ഇൻവാസീവ് സർജറീസ്. ഇൻവാസീവ് സർജറീസ് എന്ന് വെച്ചാൽ എന്താണ്? ലെസ് ഇൻവാസീവ്, ചെറിയ വലിയ മേജർ സർജറീസ് ഒന്നുമല്ല. ഇൻവാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്രമണകരമായിട്ടുള്ള. അപ്പൊ ലെസ് ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മേജർ സർജറീസ് എന്നല്ലാത്ത ചെറിയ സർജറികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. Then laparoscopy, arthroscopy, endoscopy and cryotherapy underline ചെയ്യാ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി ക്രയോതെറാപ്പി വരെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. Then ലെസ് ഇൻവാസീവ് സർജറിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് മേജർ സർജറി അല്ല, ചെറിയ ചെറിയ സർജറികൾ. ആ സർജറികളാണ് പറയുന്നത് ലാപ്രോസ്കോപ്പി, ആർത്തോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി. ഇനി നമുക്ക് നാലും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറയാം. ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് മാത്രം പഠിക്കാനുള്ളൂ. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഫസ്റ്റ് വൺ ലാപ്രോസ്കോപ്പി. എന്താ ലാപ്രോസ്കോപ്പി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലാപ്രോസ്കോപ്പി ചെയ്യണമെന്നൊക്കെ? കേട്ടിട്ടുണ്ടോ ലാപ്രോസ്കോപ്പി? ഒരു ഐഡിയ ഇല്ല, അത് കേട്ടിട്ടില്ല ലാപ്രോസ്കോപ്പി. എൻഡോസ്കോപ്പി കേട്ടിട്ടുണ്ടോ? കീഹോൾ സർജറി. ഓക്കെ, കീഹോൾ സർജറി ആണ്. ദെൻ വേറെ എന്തൊക്കെ അറിയാം? ലാപ്രോസ്കോപ്പിനെ കുറിച്ചാണ് ഇപ്പൊ ചോദിക്കുന്നത്. വേറെ ഒരു ഐഡിയ ഇല്ല ലാപ്രോസ്കോപ്പി? അറിഞ്ഞൂടാ? ഓക്കെ, കുഴപ്പമില്ല. അതായത് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വയറിലോ അല്ലെങ്കിൽ പെൽവിസിലോ, പെൽവിസ് എന്ന് വെച്ചാൽ എവിടെയാണ് പെൽവിസ്? പെൽവിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇടപ്പല്ല് എന്നൊക്കെ പറയാം അല്ലെ? നമ്മുടെ വയറിലോ അല്ലെങ്കിൽ പെൽവിസിലോ ചെറിയ മുറിവുകളൊക്കെ സൃഷ്ടിച്ചിട്ട് ഇതുപോലെ ഒരു കീഹോൾ സർജറി ആണ് അല്ലെ? അപ്പൊ എന്താണ്, ഒരു ചെറിയൊരു മുറിവ് സൃഷ്ടിച്ചിട്ട് ക്യാമറയുടെ സഹായത്തോട് കൂടി, ചെറിയൊരു ക്യാമറ, കീഹോൾ ആണല്ലോ, ചെറിയൊരു ക്യാമറയുടെ സഹായത്തോടെ ചെയ്യുന്ന ചെറിയൊരു കുഞ്ഞു സർജറിയാണ് എന്ത് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണെന്ന്. അതായത് വീർപ്പിക്കുക, അതായത് ഇപ്പൊ ചെറിയ നമ്മൾ പറഞ്ഞ കീഹോളൊക്കെയാണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ആ ചെയ്യുന്ന ഏരിയകൾ ഇങ്ങനെ വികസിച്ച് കാണാൻ പറ്റും. അതായത് അതിന്റെ ഉള്ളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വീർപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ഇൻസഫ്ലേറ്റിംഗ്. ഊതി വീർപ്പിച്ചിട്ട് നമുക്ക് ഈ സർജറി ചെയ്യുമ്പോൾ ക്യാമറയുടെ സഹായത്തോട് കൂടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. ലാപ്രോസ്കോപ്പി. ദെൻ ആർത്രോസ്കോപ്പി. എന്താ ആർത്രോസ്കോപ്പി? അല്ല ഐഡിയ ഉണ്ടോ ആർത്രോസ്കോപ്പി? നമ്മുടെ ജോയിന്റ്സിന്റെ ഒക്കെ പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആർത്രോസ്കോപ്പി ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു കീഹോൾ പോലെയൊക്കെ ജോയിന്റ്സിന്റെ പ്രോബ്ലംസ് കണക്കാക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടാണ് നമ്മൾ ആർത്രോസ്കോപ്പി ചെയ്യുന്നത്. എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? എൻഡോസ്കോപ്പി കേട്ടിട്ടുണ്ടോ? ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ ഉള്ളിൽ കൂടിയാണ്. വയറിന് ഉള്ളിലത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ട്യൂബ് വഴിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? നമ്മൾ ട്യൂബ് വഴി, അതായത് എൻഡോസ്കോപ്പി ചെറിയൊരു ട്യൂബാണത്. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ട്യൂബ് വഴി നമ്മുടെ വായിൽ കൂടിയൊക്കെ ചെറിയൊരു ട്യൂബ് വഴിയിട്ട് ലൈറ്റ് വഴി സിസ്റ്റങ്ങൾ വഴി നമ്മുടെ വയറിന്റെ ഉൾവശം കൃത്യമായിട്ട് കാണാനൊക്കെയാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഇനി ക്രയോതെറാപ്പി. ക്രയോതെറാപ്പി എന്ന ഐഡിയ ഉണ്ടോ? അതായത് നമ്മുടെ സ്കിന്ന്, അതായത് സ്കിന്ന് അതുപോലെ തന്നെ ടിഷ്യൂകളെയൊക്കെ നശിപ്പിക്കാനൊക്കെ ചെയ്യുന്നതാണ് ക്രയോതെറാപ്പി. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള കോശങ്ങൾ, അപ്പൊ അതിനെയൊക്കെ നശിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്തൊക്കെ നശിപ്പിക്കുന്നത്, മരവിപ്പിച്ചിട്ട്, അതായത് കുറച്ചും കൂടി എന്താ പറയാ, ക്രയോതെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിന്റെ ഉള്ള, അതായത് കലകളെ, ടിഷ്യൂകളെ നശിപ്പിക്കുന്നു.
ഇപ്പൊ ക്യാൻസർ ബാധിതമായിട്ടുള്ള ടിഷ്യൂകളൊക്കെ ഇല്ലേ, അതിനെല്ലാം നശിപ്പിക്കുന്ന ഒരു ചെറിയൊരു സർജറി പ്രോസസ് ആണ് ക്രയോതെറാപ്പി. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിയാനുള്ളൂ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, പേരുകൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയണമല്ലോ, എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, കീമോ ചെയ്യുന്നത് ഓക്കെ, ഇത് സർജറി പോലെയാണ്, ചെറിയ, അതായത് ചെറിയ ടിഷ്യൂകളൊക്കെ നശിപ്പിക്കില്ലേ. ഇപ്പൊ ക്യാൻസർ അത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അപ്പോ അതുമായിട്ടുള്ള ടിഷ്യൂകളൊക്കെ നശിപ്പിക്കാം കേട്ടോ. കീമോ ചെയ്ത് നമുക്ക് ക്യാൻസറിന് വേണ്ടി മാത്രമാണല്ലോ, ഇത് നമ്മുടെ സ്കിന്നിലുള്ള ടിഷ്യൂകളെ നശിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒന്നുകൂടി വായിക്കുക, ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങളിൽ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റാർട്ടിങ് തുടങ്ങി ക്രയോതെറാപ്പി വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സ്റ്റാർട്ടിങ് തുടങ്ങി ക്രയോതെറാപ്പി വരെ അണ്ടർലൈൻ ചെയ്യാം. ദെൻ നമുക്ക് ഈ 7 മെഡിക്കൽ ഗ്യാസ് പഠിച്ചതിന് ശേഷം നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാം. ഓക്കെ, 7 മെഡിക്കൽ ഗ്യാസുകളെ കുറിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് നമുക്ക് ഒറ്റ ഇതിൽ വായിച്ച് പഠിക്കാൻ പറ്റിയത്. ഓക്കെ, then look at after for respiratory stimulation during after anesthesia, CO2 may be piped in large hospitals but more likely comes from a tank. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാപ്രോസ്കോപ്പിക്കും ആർട്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി ഇവയ്ക്കെല്ലാം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എല്ലാ സ്കോപ്പികളും കാർബൺ ഡൈ ഓക്സൈഡ് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സ്കോപ്പികളൊക്കെ വന്നത് എവിടെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, പഠിച്ചല്ലോ. ഇപ്പൊ തന്നെ ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ഒക്കെ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. പേഷ്യന്റിന് നമ്മൾ അനസ്തേഷ്യ നൽകുമ്പോഴും അനസ്തേഷ്യക്ക് മുന്നും ശേഷവും നമ്മൾ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം. ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം. Then CO2 may be piped in large hospitals but more likely comes from a tank. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പൈപ്പ് ലൈൻ വഴിയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നത്. Then more likely അല്ലെങ്കിൽ ടാങ്ക് വഴിയും, അതായത് സിലിണ്ടർ വഴി, ചെറിയ ടാങ്കുകൾ വഴിയുമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ ആണോ? സിമ്പിൾ ആണ്, മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മതിയൊന്ന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നൈട്രജൻ, മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ, മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ നോക്കാം. Nitrogen is a medical gas used for cryosurgery to remove some cancers and skin lesions and also for storage of tissues. അല്ലെ, അതായത് എന്താണ് പറയുന്നത്? നൈട്രജൻ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോസർജറി. അണ്ടർലൈൻ ചെയ്യാം, ക്രയോസർജറി. Nitrogen is a medical gas used for cryosurgery to remove some cancers and skin lesions and also for the storage. അല്ലെ, അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ക്യാൻസേഴ്സിന്റെ മറ്റും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ക്രയോതെറാപ്പി എന്ന്. അപ്പൊ അതുപോലെ തന്നെയുള്ളതാണ് ക്രയോസർജറി. അതായത് നമ്മള് എന്താ രോഗബാധിതമായിട്ടുള്ള ടിഷ്യൂകള് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലേസൻസ് എന്ന് പറയുന്ന മുറിവുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടിഷ്യൂകള്, കലകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോസർജറി ചെയ്യുന്നത്. Storage of tissues, cells and blood in cryogenic temperature to avoid oxidation of a samples. It can also be as a part of medical gas mixture of lens function test. ഇപ്പൊ നോക്കാം, ക്രയോസർജറി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ, അതായത് ടിഷ്യൂ വന്നിട്ട് ടിഷ്യൂകൾ, കലകളെയൊക്കെ നശിപ്പിക്കാൻ, ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള, ക്യാൻസർ ബാധിതമായിട്ടുള്ള ആ ഒരു ടിഷ്യൂകളെ നശിപ്പിക്കാനൊക്കെയാണ് നമ്മൾ ക്രയോസർജറി. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കുന്നത്. Then temperature to avoid oxidation of samples. അതായത് ഒരു ഫ്രീസ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതായത് നെഗറ്റീവ് ഒരു 60 ഡിഗ്രി ഫ്രീസ് ചെയ്തിട്ട്, അത്രയും ഇങ്ങനെ നമ്മൾ ആ ഏരിയയിലെ ഫ്രീസ് ചെയ്തിട്ട് മരവിപ്പിച്ചിട്ടാണ് സർജറി ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് സാമ്പിൾസ്. നമ്മൾ എവിടെയാണോ ആ കളർ, നമ്മുടെ സ്കിന്നിന്റെ ഏത് ഭാഗത്താണ് വന്നിരിക്കുന്നത്
ആ ടിഷ്യൂകളെ നശിപ്പിക്കാനായിട്ട് അത്രയും ഭാഗം ഫ്രീസ് ചെയ്യുന്നതാണ്. അതായത് ഒരു 90-60 ഡിഗ്രിയിലൊക്കെ ഫ്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കലകളെ നശിപ്പിക്കുന്നത്. It can also be used a part of a medical gas mixture of lung function test. Underline ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ്ലി എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. It can also be used as a part of medical gas mixture for lung function test. ലങ്സിന്റെ ഫങ്ഷൻസിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ഗ്യാസിന്റെ അതായത് വാതകങ്ങളുടെ ഒരു മിക്സ്ചർ ആയിട്ട് ഈ ഒരു നൈട്രജനെ ഉപയോഗിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ലങ്സ് ഫംഗ്ഷന് വേണ്ടിയിട്ട് മിക്സർ ചെയ്ത് ഉപയോഗിക്കാവുന്ന ഏത് ടൈപ്പ് ഗ്യാസ് ആണ് നമ്മൾ അവിടെ മിക്സ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യുന്നോണ്ട് ആ ഒരു സെക്ഷൻ. It can also be used as a part of medical gas mixture for lung function test. ലങ്സിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ്ചർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഇനി നൈട്രജൻ as a gas is used to power tools in place where they do not have instrument air. അതുപോലെ തന്നെ നമ്മൾ ഈ നൈട്രജൻ ഗ്യാസിന് ടൂൾസ്, അതായത് മെഡിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ മെഡിക്കൽ ടൂൾസിനൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് പവർ ടൂളുകളായിട്ടൊക്കെ ഉപയോഗിക്കാന്ന് നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ പവർ ടൂളുകളായിട്ടൊക്കെ ഉപയോഗിക്കാന്ന്. ഇപ്പൊ നിങ്ങൾ ചില നൈട്രജൻ, ഇപ്പൊ നമ്മൾ ടയറുകളൊക്കെ, അതായത് നമ്മൾ 2 വീലർ ടയറുകള് നൈട്രജൻ ടൈപ്പ് ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ 2 വീലറിന്റെ ഒക്കെ ഈ വർക്ക്ഷോപ്പിൽ മറ്റേ നൈട്രജൻ എഴുതി വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ? മീൻസ് അതും നമ്മൾ ഈ പവർ ടൂൾ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെയും പറയുന്നതാണ് ടൂൾസ് ഇൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട്, അതായത് നമ്മള് പവർ ടൂൾ ആയിട്ട് നമുക്ക് നൈട്രജനെ ഉപയോഗിക്കാവുന്നത്. most of the time it comes from a multiple of cylinders and is piped at pressure with an alarm system at the source and on the use site. അതായത് ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നും ഈ നൈട്രജൻ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഗ്യാസ് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിലൊരു അലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അലാം സെറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മർദ്ദം, പ്രഷറൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നാണ് നൈട്രജൻ വരുന്നത്. അതോടൊപ്പം തന്നെ അലാറംസും അതിന്റെ ഒപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നൈട്രജൻ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഗ്യാസില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതൊരു ക്രയോ സർജറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാൻസേഴ്സിന്റെ സ്കിൻസും മറ്റും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ എന്ന ഗ്യാസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിന് നമ്മൾ ലങ്സ് ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മിക്സ്ചർ ആയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ നമ്മളൊരു പവർ ടൂളുകള് മീൻസ് പവർ ടൂൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാം. അപ്പൊ അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ, യൂസ്ഡ് ഫോർ ക്രയോ സർജറി. Then it can also lung function test. അതിലെ മെയിൻ പോയിന്റുകൾ ആ രണ്ട് പോയിന്റുകളാണ്. ഓക്കെ, then വായിക്കുമ്പോൾ ആ 2 പോയിന്റ് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് വായിക്കാം. ഓക്കെ, നൈട്രജൻ ഓക്കെ ആണോ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് വായിക്കാം. ഓക്കെ, ബാക്കി പഠിക്കേണ്ടതെന്നല്ല, വായിക്കാം. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങള് കുറച്ചും കൂടി വ്യക്തതയോടുകൂടി പഠിക്കണം. ഓക്കെ, മെയിൻ ആയിട്ട് നൈട്രജൻ ഗ്യാസിൽ പറയണമെങ്കിൽ ബുക്സിൽ നമ്മുടെ PDF-ലുള്ളത് തന്നെ നമുക്ക് എക്സാമിന് വരുള്ളൂ. ഇതിൽ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, പുറത്തുനിന്നൊന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഏതാണോ അത് മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, നൈട്രജൻ മെഡിക്കൽ ഗ്യാസ് ഒന്നുകൂടി പറയാം. അതിന്റെ പ്രധാന പോയിന്റുകളൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലാക്കി വെക്കുക. നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ക്രയോ സർജറിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ക്രയോ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് ക്യാൻസർ ബാധിതമായിട്ടുള്ള ടിഷ്യൂ, നമ്മുടെ സ്കിന്നില് അല്ലെങ്കിൽ ടിഷ്യൂസുകൾ അല്ലെ, നമ്മുടെ ഓരോ കോശങ്ങളിലെ ക്യാൻസർ ബാധിക്കുന്നത്, അത്തരത്തിലുള്ള സ്കിന്നുകളെ, അത്തരത്തിലുള്ള കോശങ്ങളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് നൈട്രജൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ആണ്, ലിക്വിഡ് നൈട്രജൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ടെമ്പറേച്ചർ, അതായത് ഫ്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കലകളെ നശിപ്പിക്കുന്നത്. ദെൻ
അത്രയും ഒന്ന് ആലോചിച്ച് വെക്കുക. ദെൻ സെക്കൻഡ് ആയിട്ട് നമ്മൾ പറയുന്നത് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ലങ്സിന്റെ ശ്വാസകോശത്തിന്റെ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ വാതകങ്ങളുടെ മിശ്രിതത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ലങ് ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രജൻ. ദെൻ നമ്മൾ പവർ ടൂൾ ആയിട്ട് ഇതിന് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നുമാണ് ഇത് നൈട്രജൻ പൈപ്പ് ലൈനിലൂടെയാണ് നമുക്ക് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ അലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അതായത് അതിന്റെ പ്രഷറുകള് മർദ്ദം വേരിയേഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അതില് ഈ സിലിണ്ടറുകളിൽ അലാറം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കും, ഒന്ന് മനസ്സിലെത്തി ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്ട്രെസ് ചെയ്തിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, മെഡിക്കൽ ഗ്യാസസ് ആണല്ലോ. അപ്പൊ നമുക്ക് വേറെ ഒന്നുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് പറയാനില്ല. നമുക്ക് ആ പോർഷൻസിൽ പോയിന്റ്സ് എന്താണോ അത് മാത്രം നമുക്കത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നമുക്ക് വേറെ എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നൊരു ഇനിയല്ല അത്, അല്ലെ? നിങ്ങൾക്ക് അറിയാലോ അത്. ഇതിന് വരുന്ന പോയിന്റ്സുകളും നമ്മൾ എക്സാക്ട് ആ പോയിന്റ്സ് മാത്രം പഠിക്കാം. കാരണം ഇതിന് പുറമേ നിന്ന് ഒരു ക്വസ്റ്റ്യനും ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാറുണ്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സ്, അല്ലെ? വായിക്കാം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചല്ലോ അവരും? ഓക്കെ, ക്ലിയർ ആണോ? കുറച്ച് നമ്മള് ഒന്ന് എഫേർട്ട് എടുത്ത് വായിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ ഇത്. ഓക്കെ, നെക്സ്റ്റ് ഗ്യാസ്, മെഡിക്കൽ ഗ്യാസ് പറഞ്ഞോട്ടെ. അടുത്ത മെഡിക്കൽ ഗ്യാസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് മെഡിക്കൽ ഗ്യാസ് ആണ് പറയുന്നത് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് സിമ്പിൾ ആണ്, ചെറിയൊരു ഇതാണ് കേട്ടോ. നോക്കാം. Nitrous oxide is a medical gas commonly known as laughing gas. Underline ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നതാണ് നൈട്രസ് ഓക്സൈഡ്. ലാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിരിക്കുന്ന, അല്ലെ? ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം കേട്ടോ. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലാഫിംഗ് ഗ്യാസ്. Then this medical gas is used in numerous surgical procedures. നിരവധിയായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ നമ്മൾ ഈ ഒരു നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. As both an anesthetic and analgesic. അനസ്തെറ്റിക്കിന് വേണ്ടിയിട്ടും അനസ്തേഷ്യ നമ്മൾ നൽകില്ലേ ആ ഒരു ടൈമിലും, അതുപോലെ തന്നെ അനലജസിക്. അനലജസിക് വെച്ചിട്ടുണ്ടെങ്കിൽ വേദന ഇല്ലാതെ മരുന്നെന്നൊക്കെ പറയില്ലേ, അതായത് ഒരു സഡേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസുകൾ, അതിനും നമ്മൾ എന്ത് ചെയ്യുന്നു? പെയിൻ ഫ്രീ ആയിട്ടുള്ളത്, അതിനും നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നു. സിമ്പിൾ അല്ലേ നൈട്രസ് ഓക്സൈഡ്? ഏറ്റവും എളുപ്പമുള്ള മെഡിക്കൽ ഗ്യാസ് ആണ്, അല്ലെ? ലാഫിംഗ് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? അനസ്തെറ്റിക്കിനും അനലജസിക്കിനും വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഇഷ്ടപ്പെട്ട് കാണും അല്ലെ? കാരണം വളരെ കുറച്ചുള്ളൂ പഠിക്കാൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ലാഫിംഗ് ഗ്യാസ്. ഓർക്കാം, ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, അതേത് ഗ്യാസ് ആണ്? സ്കോപ്പികള് മറന്നുപോയോ? കണക്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞോ? സ്കോപ്പികള് കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കും നിങ്ങള്. അപ്പൊ ഹാർട്ട് ചെയ്യുന്നതിന് എളുപ്പമാണത് ലാഫിംഗ് നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, എല്ലാരും പറയേണ്ടതുണ്ട്. ഇനി
അടുത്തത് നോക്കാം. 6th one വാക്വം അല്ലെ. നമുക്കറിയാം ഇത് വരും മെഡിക്കൽ ഗ്യാസ് ആയിട്ടാണ് നമ്മൾ വാക്വത്തിന് കണക്കാക്കിയിരിക്കുന്നത്. നോക്കാം. Piped medical surgical vacuum system is used for patient draining, aspiration and suction. പേഷ്യന്റിന്റെ ഡ്രൈനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രൈനിങ് ഊറ്റിയെടുക്കൽ. ആസ്പിരേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആസ്പിരേഷൻ ചെയ്യാൻ വലിച്ചെടുക്കുക എന്നുള്ള മീനിങ് തന്നെ. ദെൻ സക്ഷൻ, അതായത് പേഷ്യൻസിന്റെ ഫ്ലൂയിഡ്സും മറ്റും ബ്ലഡ് ഫ്ലൂയിഡും മറ്റും സക്ക് ചെയ്യാൻ വേണ്ടി, സക്ഷൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്യൂം ഉപയോഗിക്കുന്നത്. പൈപ്പ് ആയിട്ടുള്ള വാക്യൂം. എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ. പോയിട്ടില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവുമല്ലോ ഡെന്റലില്. അതില് നമ്മുടെ പല്ലുവേദനയൊക്കെ ആയിട്ട് പോകുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റൂട്ട് കനാല്. റൂട്ട് കനാല് പ്രോസസ് ചെയ്തവരുണ്ടാരെങ്കിലും? ആരില്ല. റൂട്ട് കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് അറിയാമോ നിങ്ങൾക്ക്? മീൻസ് പല്ല് നമുക്ക് ഗ്യാപ്പല്ല, പല്ലിൽ ഓട്ട വരുമ്പോൾ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ട്യൂബ് പോലത്തെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിങ്ങനെ ചീറ്റിക്കും നമ്മുടെ പല്ലിന്റെ ഉള്ളിലോട്ട്. പല്ലിനെ നിർത്തി മീൻസ് നമ്മൾ ഒരു ചെറിയൊരു ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമ്മുടെ പല്ലിനെ ചീറ്റിങ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഡോക്ടറും ഒരു അസിസ്റ്റന്റ് ഉണ്ടാകും അല്ലെ. അപ്പോ എന്താണ്? വാട്ടർ പെട്ടെന്ന് തന്നെ ഡ്രൈൻ ചെയ്ത് വലിച്ചെടുക്കും. ഇങ്ങനെ ക്ലീനും ചെയ്യും. ഇതുപോലെ തന്നെ അതിനെ ക്ലീൻ ചെയ്യാം. അവരപ്പം തന്നെ ചെറിയൊരു എയർ പോലത്തെ ഇതുപോലെ തോന്നുള്ളൂ നമുക്ക്. പക്ഷെ അതിനപ്പം തന്നെ ഡ്രൈ ആക്കും. ഈ വെള്ളം ഒഴിച്ചിട്ട് അവിടുത്തെ ബ്ലഡ്സും ഫ്ലൂയിഡ്സ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അവര് എന്ത് ചെയ്യും? ഇതിനെ വലിച്ചെടുക്കും. ഈ മറ്റേ നമ്മള് വെള്ളം ഇതൊക്കെ അവിടെ ഒരു ഡ്രൈ ആക്കി മാറ്റും. എന്നിട്ടാണ് അടുത്ത പ്രോസസ് ചെയ്യുന്നത് അവര്. അപ്പൊ ഇങ്ങനെ ഡോക്ടറും അസിസ്റ്റന്റും നിൽക്കുന്ന സക്ഷൻ എന്ന് അവർ പറയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായെങ്കിലും ചെയ്തവരാണെങ്കിലും കേട്ടോ. ഡെന്റലിൽ പോയിട്ട് നമ്മള് റൂട്ട് കനാൽ പ്രോസസ് ചെയ്തവരാണെങ്കിൽ സക്ഷൻ എടുക്കുന്ന പറയും അപ്പൊ തന്നെ അല്ലെ. സക്ഷൻ എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? നിങ്ങൾ ആരും ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ടില്ല. അതാണ്. അതായത് നമ്മൾ ആ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ്. സക്ഷൻ എടുക്കാൻ പറയും അവര്. സക്ഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സക്ഷൻ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് സംഭവം. This means that medical vacuum in a hospital support suction equipment. Suction equipment ആണ്. അതായത് നമ്മൾ ഡ്രൈ ആക്കാൻ റൂട്ട് കനാൽ ചെയ്തിട്ടില്ല. ഓക്കെ. റൂട്ട് കനാലിലാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാണ് എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ സെക്ഷൻ ചെയ്തത് കൂടുതലും ആ പ്രോസസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടൈം സെക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. എന്താണെന്ന് മനസ്സിലായോ? സംഭവം ക്ലിയർ ആയോ? അതായത് നമ്മൾ ഈ ഫ്ലൂയിഡ്സും മറ്റും ബ്ലഡ്സ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സക്ഷൻ ചെയ്തിട്ട് അവിടെ ഡ്രൈ ആക്കുന്നത്, വലിച്ചെടുക്കുന്നത്. ഓക്കെ. ഇനി this means that medical vacuum in a hospital clean ചെയ്യാൻ medical vacuum in a hospital support suction equipment ആണ് അത്. Vacuum will vary across the pipeline but is commonly maintained around -75 kilopascal. അതാണ് സക്ഷന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അളവാണ് കേട്ടോ അത്. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ. അതായത് ഈ വാക്യത്തിന്റെ പ്രഷർ പല രീതിയിൽ പ്രഷർ ഉണ്ടല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ അത് കോമൺ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് -75 kilopascal ആണ്. ഓക്കെ. കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു പ്രഷറിന്റെ മീൻസ് ആ ഒരു വേരിയേഷൻ ഇത്ര കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ -75 അത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. നോക്കാം. Vacuum piped medical surgical vacuum system is used for patient draining, aspiration and suction. First one underline ചെയ്യാം. Then -75 pascal ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്കു. ചോദിച്ചിട്ടില്ല എങ്കിലും നമുക്ക് ചോദിക്കാം അല്ലെ. പറയാൻ പറ്റില്ല, ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്ക് കേട്ടോ. Then 7th one compressed air. പിക്ചർ ഉണ്ട് കേട്ടോ. കംപ്രസ് ചെയ്തിട്ടുള്ള എയർ മെഡിക്കൽ വായു ആണ് കേട്ടോ. നമ്മളുടെ മെഡിക്കൽ എയർ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര മീൻസ് എന്താ പറയാ, പുറത്തോട്ട് പോകാത്ത രീതിയിൽ കംപ്രസ് ചെയ്തിരിക്കുന്നത്. കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസ്. മെഡിക്കൽ പർപ്പസിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നോൺ മെഡിക്കൽ പർപ്പസിൽ നമുക്ക് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാവുന്നത്. The medical use include laboratory work, inhalation therapy and powering of surgical tools. മെഡിക്കൽ യൂസസിൽ നമ്മൾ മെയിൻ ആയിട്ട് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത്
ലബോറട്ടറി അണ്ടർലൈൻ ചെയ്യാം. ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. നോൺ മെഡിക്കൽ നമുക്കിവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല, രണ്ടിനും ഉപയോഗിക്കാം. അതായത് മെഡിക്കൽ പരമായിട്ട് ഉപയോഗിക്കാം, നോൺ മെഡിക്കൽ പരമായിട്ട് ഉപയോഗിക്കാം. മെഡിക്കലിൽ ഉപയോഗിക്കുന്നത് ലബോറട്ടറിയിലും ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന സംബന്ധമായിട്ടുള്ള തെറാപ്പികള്, പവറിംഗ് സർജിക്കൽ ടൂൾസ്, സർജിക്കൽ ടൂൾസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടൂൾസുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. നൈട്രസ് ഓക്സൈഡ് വായിച്ചാലും നമ്മള് 5, 6, 7 3 മെഡിക്കൽ ഗ്യാസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 5, 6, 7 മൂന്നെണ്ണം വായിച്ചു നോക്കാം. ലാഫിംഗ് ഗ്യാസ് എന്നേ അതിന് വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ചിരിക്കുന്ന വാതകം ലാഫിംഗ് ഗ്യാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് അറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. അതായത് ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ ചിരിക്കുന്ന ഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ചിരിക്കുന്ന വാതകം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു മറ്റൊരു പേര് ചില പേരൊക്കെ പറയില്ലേ, അതുപോലെ കേട്ടോ. ഫിലിമിലുണ്ട്. ഓക്കെ, അതിലെ നൈട്രസ് ഓക്സൈഡിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഫിലിം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, വിജയുടെ ഓക്കെ ഫിലിം കണ്ടിട്ടില്ല. ഓക്കെ, 7th വൺ കംപ്രസ്ഡ് എയർ, അതായത് നമ്മള് വായു, നമ്മൾ കംപ്രസ് ചെയ്തിരിക്കുന്ന വായു. അത് സ്പെല്ലിരിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഫിലിമിൽ പറഞ്ഞതായിരിക്കുമല്ലോ. ഓക്കെ, കംപ്രസ്ഡ് എയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്ത്, നമ്മൾ മെഡിക്കൽ എയർ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എയറിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് മെഡിക്കൽ പർപ്പസിനും ഉപയോഗിക്കാം, നോൺ മെഡിക്കൽ പർപ്പസിനും ഉപയോഗിക്കാം. മെഡിക്കൽ പർപ്പസിനാണെങ്കിൽ അത് ലബോറട്ടറിയിലും ഇൻഹലേഷൻ തെറാപ്പിക്കും അതുപോലെ തന്നെ പവറിംഗ് സർജിക്കൽ ടൂൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നമ്മള് 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് നോക്കിയത്. ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച് വരുന്ന മെയിനായിട്ട് ഈ ഒരു 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് ഉപയോഗിച്ച് വരുന്നത്. ഇപ്പൊ 7 നോക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? 7 നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ചിലപ്പോൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് എഫോർട്ട് തന്നെ എടുക്കാം. 7 മെഡിക്കൽ ഗ്യാസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടേതായ രീതിയിൽ അത് ഓരോ മെഡിക്കൽ ഗ്യാസും ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഈ 7 മെഡിക്കൽ ഗ്യാസ്, ഓരോ മെഡിക്കൽ ഗ്യാസിന്റെ പേര് എഴുതുക, അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ ഷോർട്ട് ആക്കി എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തൊരു സെക്ഷനെ കൂടി, ഒരു ചെറിയ ഭാഗം കൂടി നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് സിസ്റ്റം കോമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ കോമ്പോണൻസ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. ബുദ്ധിമുട്ടല്ല, നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണത്. കാരണം നമുക്ക് മെഡിക്കൽ ഗ്യാസിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അറിവൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് പോലെയല്ല അല്ലെ. അപ്പൊ അവിടെ കുറച്ച് ശ്രദ്ധയോട് കൂടി തന്നെ ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കാം, സിസ്റ്റം കോമ്പോണൻസ് ഓഫ് എ സെൻട്രലൈസ്ഡ്. എന്തൊക്കെയാണ് ഘടകങ്ങൾ? ഫസ്റ്റ് നമുക്ക് ആ പേരുകൾ നോക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും 6 ഘടകങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സോഴ്സ് ഓഫ് സപ്ലൈ.
Then piping networks, distribution system, valves to control method, warning and alarm systems for monitoring, outlets, inlets to supply gases, then secondary equipment. Okay. അങ്ങനെ ഇത്തരത്തിലുള്ള 6 ഘടകങ്ങളാണ് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, 6 ഘടകങ്ങള്: സോഴ്സ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോ ഏരിയയിലോട്ടും, ഇപ്പോ ICU-ലോട്ടോ വാർഡിലോട്ടോ എമർജൻസി റൂമിലോട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പൈപ്പ് ലൈനുകൾ വഴിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. Then valves. എന്താ വാൽവ്? നമ്മൾ വാൽവുകൾ പറയാറുണ്ട്. നമ്മുടെ വീട്ടിൽ മോട്ടോർ റൂം ഇതിനൊക്കെ വാൽവുകൾ ഉണ്ട്. നമ്മൾ വാൽവൊക്കെ തിരിക്കും അല്ലെ? എന്തിനാണ് വാൽവ്? അതിന്റെ ഉപയോഗം എന്താ? വാൽവ് ഓപ്പൺ ആയിട്ട് ക്ലോസ് ആക്കാനൊക്കെയാണ് നമ്മൾ വാൽവ് ഉപയോഗിക്കുന്നത്. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്, അതായത് മോണിറ്റർ, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ പൈപ്പ് ലൈനിൽ പ്രഷർ ഒക്കെ കൂടുകയാണെങ്കിൽ അത് വാർണിംഗ് സൈൻസും അതുപോലെ തന്നെ അലാം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മള്. ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സുകൾ, നമ്മള് മെഡിക്കൽ ഗ്യാസസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റ്സുകളും ഇൻലെറ്റ്സുകളും. സെക്കൻഡറി എക്യുപ്മെന്റ്സ്, സ്ഥിതികളായിട്ടുള്ള മറ്റ് ഉപകരണങ്ങൾ. അങ്ങനെ ഇത്തരത്തിലുള്ള 6 ഘടകങ്ങളാണ് നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അവ ഏതൊക്കെയാണെന്ന് ഓരോന്നും പഠിക്കാനുണ്ട്. ഇപ്പോ ഫസ്റ്റ് ഇവിടെ നോക്കാം, സോഴ്സസ്. സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? സ്രോതസ്സുകൾ അല്ലെ, അതായത് വിതരണം ചെയ്യാനായിട്ടുള്ള സ്രോതസ്സുകൾ നോക്കാം. Sources are reserves that generate the flow of medical gases through pipelining networks like manifold system. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഗ്യാസസുകൾ വിതരണം ചെയ്യുന്ന സ്രോതസ്സുകളാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലെയുള്ള പൈപ്പ് ലൈൻ നെറ്റ്വർക്കുകൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്. മാനിഫോൾഡ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് എനിക്ക് പറയാം കേട്ടോ. മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിഫോൾഡ് സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയാണ് നമുക്ക് മെഡിക്കൽ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മാനിഫോൾഡ് സിസ്റ്റം എന്താണ്? മാനിഫോൾഡ് സിസ്റ്റം എന്ന് നോക്കാം. It contains high pressure cylinders on 2 banks. One is backup to other. Beside to control panel is installed for primary and secondary regulators, pressure regulators and warning lamps. അല്ലെ, അതായത് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹൈ പ്രഷർ സിലിണ്ടർ ആണ്. വലിയൊരു സിലിണ്ടർ ആണ്. ഓൺ 2 ബാങ്ക്സ്, 2 വശങ്ങളുള്ള സിലിണ്ടറുകൾ. അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിന്റെ പിക്ചർ എടുക്കാട്ടോ. നമ്മൾ എത്തോളം നമുക്ക് ഐഡിയ ആയിരുന്നു, പിക്ചർ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് വലിയ സിലിണ്ടറുകളാണെന്നത്. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു ടീ ഷേപ്പ് പോലെ 2 അറ്റത്തും സിലിണ്ടറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ആകാം, ഓക്സിജൻ ആവാം, ഏതെങ്കിലും മെഡിക്കൽ ഗ്യാസുകളുടെ സിലിണ്ടറുകൾ 2 സൈഡിലും. അത് 2 ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും സിലിണ്ടറുകൾ ഉണ്ട്. നടുക്കേ കൂടി പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്. വൺ ഈസ് ബാക്കപ്പ് ടു അതർ, ഒരു സിലിണ്ടർ മറ്റേ സിലിണ്ടറിൽ നിന്ന് കണക്റ്റഡ് ആണ്. അതായത് ഈ പൈപ്പ് ലൈനുകൾ മൊത്തത്തിൽ ടോട്ടലി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് സിലിണ്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നു. The control panel is installed of primary and secondary regulators. അതിന് കൺട്രോൾ പാനൽ ഉണ്ട്. അതായത് അതിന്റെ മർദ്ദം വേരിയേഷൻസ് ഒക്കെ കൃത്യമാകാൻ വേണ്ടിയിട്ട് അതിന് എന്താണ് പ്രൈമറി സെക്കൻഡറിക്ക് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി മുന്നറിയിപ്പ്, അതുപോലെ തന്നെ പ്രഷർ റെഗുലേറ്ററി ആൻഡ് വാർണിംഗ് ലാംപ്സ്. മുന്നറിയിപ്പ്, വാംസ് എന്ന് വെച്ചാൽ വിളക്കുന്ന ഒരു അർത്ഥം. അതായത് മുന്നറിയിപ്പ്, അതായത് ഈ കൂടുതൽ പ്രഷർ ഒക്കെ വരികയാണെങ്കിൽ സിലിണ്ടർ ഒക്കെ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ വളരെ സേഫ് ആയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. സോ അതില് ഒരു കൺട്രോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് പ്രഷർ വേരിയേഷൻസ് ഒക്കെ കൃത്യമാവാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ അത് കൺട്രോൾ ചെയ്യും. അപ്പൊ ഈ കൺട്രോൾ ചെയ്യാനായിട്ട് അതിലൊരു കൺട്രോളിംഗ് പാനലും കൂടി അതില് ഈ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പിക്ചർ കാണിച്ചു തരാം കേട്ടോ, എന്നാലേ കുറച്ചും കൂടി ഐഡിയ കിട്ടുള്ളൂ. മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ പിക്ചർ എടുത്തിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. അതായത് 2 സൈഡിലും 2 ബാങ്ക്സ് ഉണ്ട്. 2 വശങ്ങളിലും വലിയ 2-3 സിലിണ്ടേഴ്സുകൾ ഉണ്ട്. ഈ 2 സിലിണ്ടറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ അതിൽ ഓക്സിജൻ സിലിണ്ടർ ആകാം, അല്ലെങ്കിൽ മറ്റു നമ്മൾ പഠിച്ച ഏതെങ്കിലും സിലിണ്ടേഴ്സ് ആവാം. ഈ 2 സൈഡിലും സിലിണ്ടേഴ്സുകൾ ഉണ്ട്. അതിൽ നിന്നാണ് ഈ പൈപ്പ് ലൈനുകൾ വഴി നമ്മളുടെ ഓരോ ഹോസ്പിറ്റലിന്റെ ഏരിയകളിലേക്കും ആ പൈപ്പ് ലൈനിൽ കൂടി
നമ്മള് ഗ്യാസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതിൽ ഒരു പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേറ്റർ നമ്മുടെ വീട്ടിലെ ഫാനിലേക്ക് റെഗുലേറ്റർ ഇല്ലേ? ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യൂലേ? ഒന്നിലെ റെഗുലേറ്ററിനുള്ളിൽ നമ്മള് റെഗുലേറ്റർ. അതുപോലെ ഇതിനൊപ്പം ഒരു റെഗുലേറ്റർ ഉണ്ട്, അതിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താണ്, ഒരു വാർണിംഗ് ലാംസ് ഉണ്ടെന്ന്, അതായത് പാനൽ ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, മീൻസ് അത് പ്രഷർ കൂടുകയാണെങ്കിലൊക്കെ അത് കൃത്യമായിട്ട് അലാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത്? അപകടങ്ങളെ കൂടുതൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് പിക്ചർ കൂടി കാണിച്ചു തരുമ്പോ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും കേട്ടോ. സിസ്റ്റം 6 കമ്പോണൻസും വായിക്കാം. ദെൻ സോൾസ്, മാനിഫോൾഡ് സിസ്റ്റം, അത്രയും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. manifold system മാർക്ക് ചെയ്യണം കേട്ടോ. manifold system നോക്കാം. It contains high pressure cylinders on 2 bands. One is backup to other besides. Other വരെ കേട്ടോ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഹൈ പ്രഷർ സിലിണ്ടർ ആണ്, 2 ബാൻഡ്സ് ഉണ്ട്, ഒന്ന് മറ്റൊന്നിലോട്ട് കണക്റ്റഡ് ആണ്. manifold. ഓക്കെ, വായിച്ചോ? നെക്സ്റ്റ് നോക്കാം. ഇനി രണ്ടാമത്തെ കൂടെ ഒന്ന് നോക്കാം കേട്ടോ. രണ്ടെണ്ണം നമുക്ക് നോക്കി വെച്ചേക്കാം. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. പൈപ്പിംഗ് നെറ്റ്വർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്ക്സിലൂടെയാണ്. നോക്കാം. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ. അല്ലെ, മെഡിക്കൽ ഗ്യാസും അതുപോലെ തന്നെ വാക്വവും നമ്മൾ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻസ് വഴിയാണ് ചെയ്യുന്നത്. System to provide gas or vacuum at the end point or terminal units. നമ്മൾ ഈ ഒരു 2 ടെർമിനൽ പോയിന്റിൽ ഒരു വാക്വം അതുപോലെ തന്നെ മെഡിക്കൽ ഗ്യാസസ് നമ്മൾ ടെർമിനൽ യൂണിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പൈപ്പ് ലൈൻ കൂടിയാണ് ചെയ്യുന്നത്. The terminal units may be either wall mounted or pendant mounted. അതായത് ഈ മെഡിക്കൽ ഗ്യാസിന്റെ പൈപ്പ് വർക്ക്, അതായത് പൈപ്പ് ലൈൻ പോയിരിക്കുന്നത്. മെഡിക്കൽ ഗ്യാസ് 2 ടൈപ്പിൽ നമുക്ക് ചെയ്യാവുന്ന. ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിട്ട് ഈ ഗ്യാസ് സിലിണ്ടർ സെറ്റ് ചെയ്യാം, അതായത് മതിലിനോട് ചേർന്നിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആയിട്ട് മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ നമുക്ക് സെറ്റ് ചെയ്യാം. പെൻഡന്റ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? പെൻഡന്റ് വെച്ചാൽ തൂങ്ങിക്കിടക്കുക, മീൻസ് തൂക്കിയിടുക. തൂക്കിയിട്ടിട്ടുള്ള ഒരു രീതിയിലും അല്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ഗ്യാസിന്റെ സിലിണ്ടർ ഉപയോഗിക്കാം. Then high quality copper should be used to make pipe. Underline ചെയ്യാ. പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് ഈ പൈപ്പ് ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്? കോപ്പർ കേട്ടോ. ഹൈ ക്വാളിറ്റി കോപ്പർ. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്പ്. ഈ പൈപ്പ് ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. Moreover, pipe should be protected against physical damage. അതിനാൽ അത് ഫിസിക്കൽ ഡാമേജിൽ നിന്നും കോറിയേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കോറിയേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുരുമ്പ് പിടിക്കുകയോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ആണ് ഈ കോപ്പർ ആയതുകൊണ്ട് തന്നെ. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. ഓരോ ഗ്യാസുകളും അതിൻ്റെതായിട്ടുള്ള ഒരു കളർ കോഡുകൾ വെച്ചുകൊണ്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, പൈപ്പിംഗ് നെറ്റ്വർക്കിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. വാൾ മൗണ്ടഡ് ഉണ്ട്, പെൻഡന്റ് മൗണ്ടഡ് ഉണ്ട്. ദെൻ ഹൈ ക്വാളിറ്റി കോപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ
പൈപ്പ് ലൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വാൾ മൗണ്ടഡും പെൻഡന്റ് മൗണ്ടഡും ക്ലിയർ ആണോ? കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുരുമ്പ് പിടിക്കാന്നൊക്കെ പറയില്ലേ? പിക്ചർ നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ വാൾ മൗണ്ടഡ് ഉണ്ട്, പെൻഡന്റ് മൗണ്ടഡ് ഉണ്ടെന്ന്. വാൾ മൗണ്ടഡിന്റെ പിക്ചർ ആണ് കാണുന്നത്. സ്ക്രീൻ ക്ലിയർ ആണോ? പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും? പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, പിക്ചർ ശ്രദ്ധിക്കുക. ഇതാണ് വാൾ മൗണ്ടഡ്, അതായത് നമ്മൾ ഭിത്തിനോട് ചേർത്തുകൊണ്ട് നമുക്ക് സിലിണ്ടർ സെറ്റ് ചെയ്യാറ്. ഇതാണ് വാൾ മൗണ്ടഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? വാൾ മൗണ്ടഡ് ഭിത്തിയോട് ചേർന്നിട്ട് വാൾ മൗണ്ടഡ് ആയിട്ട് നമുക്ക് സിലിണ്ടേഴ്സ് ഉപയോഗിക്കാവുന്നത്. നെക്സ്റ്റ് വൺ നോക്കി, പെൻഡന്റ് മൗണ്ടഡ്. ഇതൊരു ഗ്യാസ് സിലിണ്ടർ ആണ്, കണ്ടോ? ഇതൊരു ഗ്യാസ് ആണ് ഇതിന്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ പേഷ്യൻസിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗ്യാസ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ? പെൻഡന്റ് മൗണ്ടഡ്, ഒരു തൂക്കിയിട്ടേക്കുന്ന പോലെയല്ലേ? ഇപ്പൊ നമ്മൾ ഫാനൊക്കെ തൂക്കിയിടുന്നത് പോലെ മുകളിൽ നിന്ന് നമ്മളൊരു തൂക്കിയിട്ടേക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു ടൈപ്പാണ് പെൻഡന്റ് മൗണ്ടഡ്. ഹാങ്ങിങ് ലൈറ്റ്സ് പോലെ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? രണ്ടും പെൻഡന്റ് മൗണ്ടഡും വാൾ മൗണ്ടഡും. ഇത് വാൾ മൗണ്ടഡ്, ഭിത്തിയോട് നമ്മൾ ചേർന്നിട്ടുള്ളൊരു ടൈപ്പ്. ദെൻ പെൻഡന്റ് മൗണ്ടഡ്. രണ്ടും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ദെൻ നമ്മള് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം മെഡിക്കൽ ഗ്യാസ് നമുക്കൊരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ നിങ്ങൾ ICU അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാകും. ഇത് നമുക്ക് യാതൊരു കണക്ഷൻ ഇല്ലാത്തൊരു ഏരിയയാണ് അല്ലെ? അപ്പൊ ചാപ്റ്ററും ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് മനസ്സിലാക്കി തന്നെ നമ്മൾ വായിക്കണം. കാരണം ഇത് എക്സാമ്പിൾ വെച്ചൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള എക്സാമ്പിൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ ഇതുപോലെ പിക്ചർ ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ അതിനെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താണ് ട്രാക്ഷനിൽ രണ്ട് പിക്ചർ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പിക്ചറാണ് ഇപ്പൊ ഇത്. നോക്കാം, ഇത് ഏത് ടൈപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ രണ്ട് ട്രാക്ഷൻ പറഞ്ഞു, ആ രണ്ട് ട്രാക്ഷന്റെ പിക്ചർ ഉണ്ട്. ഇത് ഏത് ടൈപ്പാണ്? ജസ്റ്റ് ഒന്ന് നോക്കി. സ്കിന്നാണ് അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ ഈ പട്ടീസ് പോലത്തെ സംഭവം ചുറ്റിയാണ്. ഇപ്പൊ താഴെ തൊടിയുമ്പോഴും മറ്റും ഇങ്ങനെ പട്ടീസ് പോലെ ചുറ്റിയിട്ട് അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഉള്ളിൽ കൂടി കണ്ടോ, സ്റ്റീലല്ല കേട്ടോ, അത് വേറൊരു നമ്മുടെ സ്കിന്നിനോട് ചേർന്നിട്ട് നമ്മള് ടൈറ്റ് ആയിട്ട് ഇരുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ അതാദ്യം അതിന്റെ നമ്മുടെ കാറിന്റെ സൈഡിൽ ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടാണ് അതിന്റെ മേലെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പട്ടീസ് പോലത്തെ ചുറ്റിയിടുന്നത്. അപ്പൊ ടൈറ്റ് ആയിട്ടിരിക്കും. അവിടെ വേറെ അനക്കൊന്നും പറ്റില്ല. നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ എല്ലുകളൊക്കെ നേരെ ആകുക, ക്ലിയർ ആകും അത്. ഓക്കെ, അതാണ് സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്കെൽട്ടൻ എന്ന് പറഞ്ഞില്ലേ, അതായത് തൂക്കിയിടുന്നത് അല്ലേ. ഇപ്പൊ കണ്ടോ, ആ മുട്ടിന്റെ എല്ലിന്റെ ആ ഒരു പോർഷനാണ്. അപ്പൊ സ്കെൽട്ടൻ ആയിട്ട് അതിനെ നമ്മൾ തൂക്കിയിടുക. കണ്ടോ, ഒരു വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ തൂക്കിയിടുന്നത്, അതാണ് സ്കെൽട്ടൻ ടൈപ്പ്. രണ്ട് ടൈപ്പാണ്, സ്കിന്നും ഇതുപോലെ സ്കെൽട്ടൻ. ഓക്കെ, ക്ലിയർ ആണോ? പിക്ചർ കണ്ടപ്പോ കുറച്ചും കൂടി ഐഡിയ ഒക്കെ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മള് കോമ്പോണൻസിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. സോഴ്സസും പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് വരെയാണ് പറഞ്ഞത്. കാർഡിയാക് മോണിറ്റർ നമ്മൾ എക്യുപ്മെന്റ്സിൽ ഉണ്ടല്ലോ ഓൾറെഡി. പിക്ചർ എക്യുപ്മെന്റ്സിലെ പിക്ചർ നമ്മൾ പറഞ്ഞില്ലേ, ടിവിയുടെ പോലെ കണക്ട് ചെയ്ത് പറഞ്ഞത് ഓപ്പണില്ലേ? ഓക്കെ, അപ്പൊ
അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത സെക്ഷൻ എടുക്കാം. അപ്പോ മെഡിക്കൽ ഗ്യാസ് 7 ടൈപ്പ് മെഡിക്കൽ ഗ്യാസിന്റെ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. എളുപ്പം നമുക്ക് ഇനിയിപ്പോ നോട്ട്സിനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് പ്രിപ്പയർ ചെയ്യാം. സ്വയം നമുക്ക് പറ്റുന്ന പോലെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ പറ്റുന്ന പോലെയൊക്കെ എന്ത് ചെയ്യാം, നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എടുത്തത്രയും ക്ലിയർ ആണോ? വളരെ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ഒത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ ബുദ്ധിമുട്ടാകും. പിന്നെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ പിക്ചറൊക്കെ കാണിച്ച് നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ ഒക്കെ ചെയ്യാം. പിക്ചർ കാണുമ്പോഴേ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കും അല്ലേ? അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇതെടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, teacher. Thank you, ma'am. Thank you, ma'am. Thanks, ma'am.